സുറുമി പുലർച്ചെ രചന അവന്തിക അവതരണം നേരെ ലേബർ റൂമിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. നിയാസിനെ 2-3 തവണ വിളിച്ചെങ്കിലും ആള് ഫോൺ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ആര് വന്നാലും ഈ ഇരിപ്പ് ഇരിക്കണം എന്നുള്ളത് കൊണ്ട് നേരം പുലരാനാകുമ്പോൾ അവൻ്റെ വീട്ടിൽ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചറിയിക്കാമെന്ന് മഷൂദ് പറഞ്ഞപ്പോൾ ശരിയാണെന്ന് ഉമ്മാക്കും തോന്നി. വേറെ ഡെലിവറി കേസൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചു നേരം അവർ 3 പേരും പുറത്തെ സിറ്റിംഗ് ലഞ്ചിലിരുന്നു. ഒടുവിൽ ഉമ്മയുടേത് സുറുമിയുടെ മുഖത്ത് ക്ഷീണം കണ്ട് മഷൂദ് ഇരുവരെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. റൂമിലെത്തി ഉമ്മ കിടന്ന് ഉറക്കമായി കണ്ടതും സുറുമി പറുക്കെ എന്നിട്ട് പുറത്തിറങ്ങി. എന്തേ ഉറക്കം മുറുകുന്നില്ലേ? തിരിച്ച് മഷൂദിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. സിറ്റിംഗ് ലഞ്ചിൽ പുറകിലേക്ക് ചാരി കണ്ണടച്ച് കിടക്കുകയാണ് അവൻ. അവൾ വന്ന പെരുമാറ്റം കണ്ടതും അവൻ കണ്ണു തുറന്നു. നീ ഉറങ്ങിയില്ലേ? വാ ഇവിടെ ഇരിക്ക് പറയുന്നതിനോടൊപ്പം അവൻ്റെ അടുത്തായിരിക്കാൻ കൈ കാണിച്ചു അവൻ. മഷ്ക വേണേ പോയി കിടന്നോ, ഞാനിവിടെ ഇരിക്കാം. എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഞാൻ വന്ന് വിളിക്കാം. കുറച്ച് ദിവസമായി അലച്ചിൽ തന്നെയല്ലേ? മറുപടി പറയുന്നതിനോടൊപ്പം അവൻ്റെ അടുത്തായിരുന്നവൾ. കിടന്നാലും ഉറക്കം വരില്ല സുറുമി. ആകെ കൂടി ഒരു വേവലാതി. സഫയെ പോലെയല്ല ഷെറി. വേദനയൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. കൈയൊന്ന് മുറിഞ്ഞാൽ പോലും 2 ദിവസം കൈ കെട്ടിക്കൊണ്ട് നടക്കുന്ന ആളാ. എന്താവോ എന്തോ. അതൊക്കെ മഷ്കക്ക് അവളെന്നും ചെറുതായി കൊണ്ട് തോന്നുന്നതാ. ഒരു സ്ത്രീ 9 മാസം പ്രഗ്നൻസി പീരീഡ്സ് തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും വളർത്താനും മെൻ്റലി പ്രിപ്പയർഡ് ആകും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇങ്ങോട്ടുള്ള യാത്രയിലൊക്കെ അത്യാവശ്യം പെയിനുണ്ടായിട്ടും മുഖം ചിളിച്ചിരുന്നല്ലാതെ കരഞ്ഞൊന്നില്ലല്ലോ. സ്നേഹത്തിൻ്റെയും സഹനതയുടെയും പര്യായ പദമല്ലേ ഉമ്മ എന്നത്. തൻ്റെ കുഞ്ഞിന് വേണ്ടിയൊക്കെ ക്ഷമിക്കാൻ ഷെറിക്ക് കഴിയും. മഷ്ക ടെൻഷനാകാതെ അവൻ്റെ കയ്യിൽ കൈകോർത്ത് കൊണ്ടവൾ ഒന്ന് അമർത്തി ആശ്വസിപ്പിക്കാനെന്ന പോലെ. അവളുടെ വാക്കുകൾ കേട്ടപ്പം തെല്ലൊരു ആശ്വാസം തോന്നി അവനക്ക്. എന്നാലും ഒരു വെല്ലായ്മ പോലെ. അത് മനസ്സിലായ പോലെ സുറുമി സംസാരിച്ചു തുടങ്ങി. ഷെറിയിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ ഒടുവിലത് കഴിഞ്ഞത് 1.5 വർഷത്തെ സന്തോഷങ്ങളിലും വേദനയിലും നോവിലും സ്വപ്നങ്ങളിലും എത്തി നിന്നു. അവൻ ആദ്യമായി കണ്ടുമുട്ടിയത് മുതൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടപ്പോൾ സഫിയ അവൻ്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചതും അല്ലെന്നറിഞ്ഞപ്പം സന്തോഷം തോന്നിയതും പിന്നീട് അങ്ങോട്ടുള്ള അവൻ്റെ തിരിച്ചുവരവിനിടയിൽ അവനെ ഓർമ്മിക്കുകയും അവൻ്റെ ഓർമ്മയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന മനസ്സിനെ സ്വയം ശാസിച്ച് നിർത്തിയതും ഹനയുടെ കല്യാണ തലേന്ന് കണ്ടപ്പോൾ മനസ്സ് തുള്ളിച്ചാടിയതും ഒടുവിൽ ഒരുമിച്ചുള്ള ആദ്യ യാത്രയിൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് അവൻ്റെ കരുതൽ കൊണ്ടും അവനവളുടെ മനസ്സ് മുഴുവൻ കയറിപ്പറ്റിയതും ഒടുവിൽ ബുദ്ധിയെയും ചിന്തകളെയും തോൽപ്പിച്ച് ഇഷ്ടമാണെന്ന് അറിയിച്ചതും പിന്നെ അവനെ ചേർത്ത് നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളും വാപ്പച്ചി അമ്പിനും വില്ലിനും അടുക്കാത്ത നാളുകൾ അനുഭവിച്ച മാനസിക സംഘർഷവും 2 നാളുകളിൽ 2 നാൾ അവൻ അവളെന്ന് വേണ്ടെന്ന് തോന്നിയപ്പോൾ ഉണ്ടായ മനസ്സിൻ്റെ വേദനയും അപ്പോഴത്തെ പൊട്ടബുദ്ധിക്ക് ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളും പിന്നീട് പ്രാണവായു എന്ന പോലെ അന കത്ത് കൊണ്ട് തന്നതും ആ കത്ത് അതിലെ ഓരോ വരികളും അവൾക്ക് മുമ്പോട്ടുള്ള കരുത്തായതും ഒടുവിൽ ആ പെരുമഴ വാപ്പച്ചി സമ്മതം അറിയിച്ചതും അങ്ങനെ ഓരോന്നുണ്ടായിരുന്നതും അവർ പങ്കുവച്ചു. വിജനമായ ഇടനാഴിലൂടെ അവൻ്റെ കയ്യിൽ തൂങ്ങിയതും കൈകോർത്ത് പിടിച്ചതും അവർ നടന്നു. അവൻ കേൾക്കുമായിരുന്നു അവളുടെ ഉള്ളിലെ തന്നോടുള്ള അടങ്ങാത്ത പ്രണയത്തെപ്പറ്റി. ആ ഓർമ്മയിൽ ചിലപ്പോഴൊക്കെ അവളുടെ കവിളുകൾ നാണം കൊണ്ട് തുടുത്തു. ചിലപ്പോഴത് അവളുടെ വദനതയിൽ സുന്ദരമായ പുഞ്ചിരിയായി മാറി. ചിലപ്പോഴത് ശബ്ദമിടറിപ്പോകുന്ന ഓർമ്മയായി. അപ്പോഴെല്ലാം അവൻ്റെ കൈകൾ അവളുടെ തോളിലൂടെ പിടിച്ച് അവനോട് ചേർത്ത് തൻ്റേതാണെന്ന പോലെ, കൂടെ ഉണ്ടെന്ന പോലെ. ഇപ്പം ഞാൻ ഒരുപാട് പറഞ്ഞില്ലേ, ഇനി മഷ്ക പറ, എങ്ങനെയായിരുന്നു ആ നാളുകൾ? തിരിച്ചു മുമ്പിരുന്ന സീറ്റിംഗ് ലഞ്ചിൽ എത്തിയിരുന്നു അവൾ. അവളുടെ മടിയിലായി തലവെച്ച് കിടന്നവൻ. പുഞ്ചിരിയോടെ അവൾ അവൻ്റെ മുടികളുടെ വിരലുകൾ കോർത്ത് അവളെ പതിയെ തഴുകി തലോടി തുടങ്ങി. ഓ, എനിക്കങ്ങനെയുള്ള ഓർമ്മകളൊന്നുമില്ലേ? അല്ലെങ്കിൽ തന്നെ നിന്നെപ്പോലെ ഓർത്തുകൂട്ടാൻ എനിക്കെവിടെ നേരം? ചുണ്ടുകൾ കുസൃതിയായെന്നും അവൻ്റെ മറുപടി. അവൻ്റെ ശബ്ദത്തിൽ ഇതൊക്കെ എന്തെന്ന ഭാവം കേട്ടതും ഞൊടിയുടെ തലോടിക്കൊണ്ടിരുന്ന അവൻ്റെ മുടിയിൽ പിടിച്ചൊന്ന് വലിച്ചവൾ. ഓ, വേദനിച്ചു പെണ്ണേ. വേദന കൊണ്ട് ഒച്ചവെക്കുന്നതിനോടൊപ്പം തലമുടിയിൽ പതിയെ തടവിയവൻ. വേദനിക്കട്ടെ, പറഞ്ഞത് കള്ളമാണെന്ന് ഈ മുഖം പറയുന്നുണ്ട്. മഷ്ക എന്നെ തീരെ ഓർക്കാറേ ഇല്ല. കണ്ണുകൾ കുറുക്കി ചുണ്ടു മേലെ കുന്തി പരിഭവത്തോടെയാണ് ചോദ്യം. മുഖം വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും കൂടെ പറയുന്നത് എന്തിനാ? മഷിക്ക. അവളൊന്ന് ചുണുങ്ങി. അവനൊന്ന് ചിരിച്ചു മനോഹരമായി. നിന്നെ പോലെ കുറേയേറെ ചിന്തിച്ചിരുന്നിട്ടൊന്നുമില്ല. പക്ഷേ നീ പറഞ്ഞ പോലെ നവിയുടെ വീട്ടിൽ വെച്ച് ആദ്യമായി കണ്ടപ്പോൾ എന്തോ ഒരു കാണുമ്പോൾ തോന്നുന്നൊരു അട്രാക്ഷൻ. അപ്പം അങ്ങനെ വിചാരിച്ചുള്ളൂ. അന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളിലൊരാന്തൻ. ആളെപ്പറ്റി അറിയാനോ അന്വേഷിക്കാനൊക്കെ തോന്നുന്ന പോലെ. ഒക്കെ തോന്നൽ മാത്രമാണെന്ന് സ്വയം പറഞ്ഞ് തിരക്കിലേക്ക് ഉള്ളിടുമ്പോൾ ഇടയ്ക്കൊരു ഓർമ്മപ്പെടുത്തൽ പോലെ ഈ മുഖം തെളിഞ്ഞു വരും. പിന്നെ കോഫി ഷോപ്പിൽ വെച്ച് അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. തിരിച്ച് ദമാമിലേക്ക് പോകുമ്പോൾ മറക്കുമെന്ന് കരുതി. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ബെഡിലേക്ക് വീഴുമ്പോഴും നാടിനെക്കുറിച്ച് നവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഈ മുഖം വരും. ഓരോ പ്രാവശ്യം ഓർക്കുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഈ മുഖവും ഈ കണ്ണും മുറുകുമൊക്കെ കാക്കാപ്പുള്ളിയും അങ്ങനെ എന്തൊക്കെയോ ഉള്ളിൽ പതിയുകയായിരുന്നു. അതായിരിക്കാം നവി ഹനയുടെ കല്യാണക്കാരൻ പറഞ്ഞപ്പോൾ ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചത്. തനിക്കുള്ളത് തന്നെ ഓർത്ത് സന്തോഷിക്കുമ്പോഴാണ് വാപ്പച്ചിയുടെ എൻട്രി. ഒടുവിലത്തെ 2 ആഴ്ച ഓർക്കാൻ കൂടെ വയ്യാത്തത്.
സൽമാനെ വിളിച്ച് നിന്നോടൊന്ന് സംസാരിക്കാമെന്ന് വെച്ചപ്പോൾ നീ അവനെ കാണാൻ പോലും മെനക്കെടുന്നില്ല. നവിയെ വിളിക്കുമ്പോൾ അവനും പറയും ആകെ കൈവിട്ടു പോകുന്ന അവസ്ഥയാണെന്ന്. ആകെ കൂടെ ഭ്രാന്ത് വരുന്ന പോലെ. കഴിക്കാനും ഉറങ്ങാനും പറ്റുന്നില്ല. ഒന്നിനും പറ്റാത്ത അവസ്ഥ. ഇപ്പം എല്ലാം തീർന്നു. ഇപ്പം എൻ്റേത് മാത്രം ബേബിയായി. അവളുടെ മടയിൽ തലവെച്ച് കിടക്കുന്നു. അവനൊരു പുഞ്ചിരിയോടെ കൈയടിഞ്ഞ് വീണ്ടും ചൂണ്ടുവിരൽ തള്ളവിരൽ കൊണ്ട് അവളുടെ മൂക്കിലൊന്ന് തട്ടി. അതേ പുഞ്ചിരിയോടെ സ്നേഹത്തോടെ അവൾ അവനെ തലമുടി തഴുകി തലോടി തുടങ്ങി. മഷ്ക, ഇനി പോവൂലേ? പ്രതീക്ഷിച്ചതാണെങ്കിലും അവളുടെ ചോദ്യത്തിന് അവൻ്റെ ഉള്ളൊന്ന് നേറി. അതിന് മറുപടി പറയുമ്പോഴെല്ലാം പെണ്ണിൻ്റെ മായുന്ന പുഞ്ചിരിയും വാടിയ മുഖവും ഓർക്കി അവനാണെന്ന് നിശ്വസിച്ചു. കണ്ടുപോലും കൊതി തീർന്നിട്ടില്ല. കയ്യിൽ തൂങ്ങി ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുമ്പോൾ കൗതുകത്തോടെ നോക്കിക്കാണുകയായിരുന്ന മുഖം. അതിൽ വിരയുന്ന ഭാവങ്ങൾ. ഒരിക്കലും പിരിയാതെ എന്ന് കാണണം, കൂടെ ഉണ്ടാകുമെന്നൊക്കെ മനസ്സ് കൊതിക്കുന്നുണ്ട്. പക്ഷെ കൊടുക്കാനുള്ള കടങ്ങളുടെ കണക്ക് തന്നെ നോക്കി പല്ലിളിക്കുമ്പോൾ പോകാതിരിക്കാനും വയ്യല്ലോ. പോകണ്ടേ? വെറുതെ ആണെങ്കിലും അവൻ ചോദിച്ചു. പോണ്ട. അതേ ട്യൂണിൽ മറുപടിയും കൊടുത്തവൾ. അവളുടെ മറുപടിയിലോ ദീർഘശ്വാസം ആഞ്ഞെടുത്തവൻ. കഴിഞ്ഞുപോയ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത നാളുകൾ പോലെ ഇനിയും നമുക്ക് മുമ്പിൽ കിടപ്പുണ്ട് അതുപോലെയുള്ള നാളുകൾ. നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും എനിക്ക് എന്നോടൊപ്പമുള്ളവും നിനക്ക് വരാനിരിക്കുന്ന നാളുകളിൽ ഓർമ്മിക്കാൻ നിൽക്കുന്ന നീറുന്ന മധുരകൂർമ്മകളും മാത്രമാണ്. കഴിഞ്ഞുപോയവയെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ വരാനിരിക്കുന്നവയെ ഓർക്കണ്ട. ഇപ്പം നമ്മൾ ഒരുമിച്ചാണ്. അതേക്കുറിച്ച് മാർത്തോർത്ത് ഈ ഒരു കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളും ആസ്വദിക്കുക. അവൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന നോവിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കാതെ അവൾ അവനെ വിളിച്ചു നോക്കി. പൊയ്ക്കോ. പോകണ്ടെന്ന് പറഞ്ഞതിന് ഇത്രയും വലിയ മറുപടി. പൊയ്ക്കോ, പ്രശ്നം തീർന്നില്ലേ? ചിരിയുടെ രണ്ടും കൈ കൂപ്പിക്കൊണ്ടവൾ പറഞ്ഞപ്പം അവനൊന്ന് മന്ദഹസിച്ചു വേദനയോടെ. പാവം പെണ്ണ്. അവനൊരു നിശ്വാസത്തോടെ അവളുടെ കൈയെടുത്ത് അവൻ്റെ ചുണ്ടിനും നേത്തേലയായി വെച്ചു. മൃദുവായി അവളുടെ പുറം കൈയിൽ അവൻ ചുംബിച്ചു. ചുണ്ടിൽ വിരിഞ്ഞ മനോഹരമായ പുഞ്ചിരിയോടെ തന്നെ അവൾ അവൻ്റെ മടിയിൽ കൈവച്ച് പതിയെ അവൻ്റെ നെറ്റിയിലും മുഴകളിലും വിരലുകൾ ഓടിച്ചു തുടങ്ങി. അവളുടെ മൃദുലമായ തലോടലിൽ ഉറക്കം കണ്ണുകളെ കീഴ്പ്പെടുത്തിയപ്പോൾ പതിയെ അവൻ കണ്ണുകളടച്ചു പുറകിലേക്ക് ചാരിക്കൊണ്ട് അവളും. എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നിയപ്പോഴാണ് രണ്ടുപേരും ഞെട്ടി എഴുന്നേറ്റത്. ലേബർ റൂമിൻ്റെ വാതിൽ തുറന്ന് ഒരു നൈസ് തല പുറത്തേക്കിട്ടിരിക്കുന്നത് കണ്ടതും അവർ പിടഞ്ഞു എഴുന്നേറ്റു. ഷെറിയുടെ ഡെലിവറി എടുത്തു. മാറാനുള്ള വസ്ത്രങ്ങളും കൊളുത്തും റെഡിയാക്കി വെച്ചേക്കൂ. എന്തെന്ന ഭാവത്തിൽ അവരെ നോക്കിയപ്പോൾ അവർ വീണ്ടും പറഞ്ഞുകൊണ്ട് വാതിലടച്ചു. സമയം നോക്കിയപ്പോൾ വെളുപ്പിന് 4:30. ആയിരിപ്പിൽ ഉറങ്ങിയതാണ്. സുർമി പെട്ടെന്ന് തന്നെ ഉമ്മ പ്രത്യേകം മാറ്റിവെച്ച ബാഗ് കയ്യിലെടുത്തു. ബാക്കിയൊക്കെ റൂമിലേക്ക് കൊണ്ടുപോയപ്പം ഉമ്മ ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതാണ്. ഒരു കൈ എളിയിലും മറുകൈയിലെ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് നെറ്റിയിലും പിടിച്ചിരിക്കുന്ന മഷൂദിനെ കാണെ അവൻ്റെ ആകുലത അവളെയും അസ്വസ്ഥമാക്കി. പെട്ടെന്ന് ഓർത്ത പോലെ അവൻ സുർമിയോട് പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് കുറച്ചപ്പുറം മാറി നിന്നു. ഉമ്മയെ വിളിച്ചാലോ? പക്ഷെ ഇപ്പോൾ ഉമ്മയുടെ അടുത്തേക്ക് പോയാൽ നേഴ്സ് വല്ല ആവശ്യത്തിന് വന്നാൽ അതും പ്രശ്നമാകും. ഒരു നിമിഷം അവളൊന്ന് ശങ്കിച്ചു നിന്നു. നിമിഷങ്ങൾ ആകുലതയോടെ കടന്നുപോയി. പെട്ടെന്നാണ് ലേബർ റൂം തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നത്. കയ്യിൽ വെള്ള ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞുമായി. ഷെറി പ്രസവിച്ചു. പെൺകുഞ്ഞാണ്. അവർ പറയുന്നതിനോടൊപ്പം കുഞ്ഞിനെ അവൾക്കായി നീട്ടി. ഒരു നിമിഷം അവൾ മഷൂദ് പോയ വഴിയെ നോക്കി. ഇല്ല, അവൻ അവിടെ എങ്ങും കാണുന്നില്ല. വിറയിലൂടെ ആണെങ്കിലും അവൾ ഇരു കൈയിലും നേഴ്സിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. അടുത്ത കവിളുകളും കുഞ്ഞു ചുണ്ടുകളുമൊക്കെ ഒരു സുന്ദരി പെണ്ണ്. സുറുമി തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. പതിയെ കുഞ്ഞി പെണ്ണിൻ്റെ നെറ്റിയിലേക്ക് മുകർന്നു. സിസ്റ്റർ ഷെറി. പെട്ടെന്നാണ് ഓർമ്മ വന്നത്. ആളൊക്കെയാണ്, കുഴപ്പമില്ല. അവർ പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു. ഇതേ സമയം മഷൂദ് നിയാസിനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുക്കാതായപ്പോൾ അവൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ച് അവൻ്റെ ഉപ്പയോട് കാര്യം പറഞ്ഞു. ക്ഷീണം കാരണം നിയാസ് നല്ല ഉറക്കമായതുകൊണ്ടാണ് ഫോൺ റിങ് ചെയ്തിട്ട് അറിയാതെ പോയത്. അവനെ കൊണ്ട് വേഗം വരാമെന്ന് പറഞ്ഞ് ആകുലതയോടെയാണ് അവർ കോൾ അവസാനിപ്പിച്ചത്. സൽമാനും വിളിച്ചു പറഞ്ഞു. സഫിയും കൂട്ടി വേഗം വരാമെന്ന് അവനും പറഞ്ഞു. ഉമ്മയെ വിളിച്ചുണർന്നതിന് മുമ്പ് സുർമിയുടെ വിവരമൊന്നും പറയാൻ വേണ്ടി ധൃതിയിൽ ലേബർ റൂമിൻ്റെ വശത്തേക്ക് പോയതും അവിടെ കാണുന്ന കാഴ്ചയിൽ അവനൊരു നിമിഷം മതിമറന്നു നിന്നു. ബെങ്ങാട്ട് വീട്ടിലെ കുഞ്ഞു ദിദിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് തൻ്റെ പെണ്ണ്. ഒരേ സമയം കാണുന്ന കാഴ്ച മനസ്സും കണ്ണും നിറച്ചു. ഇതുപോലെ എന്നും ബെങ്ങാട്ട് വീടിനെയും അവിടെ ഉള്ളവരെയും ഇതുപോലെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കാൻ അവൾക്കെന്നും കഴിയട്ടെ. അവൻ ഉള്ളാലെ മന്ത്രിച്ചു. തൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടെ കാണുന്ന കാഴ്ചയിൽ മനസ്സ് നിറഞ്ഞു വെപ്രാളപ്പെട്ട് നടന്നു വരുന്ന മഷൂദിനെ കണ്ടപ്പോൾ സുർമി അവനെ നോക്കി പുഞ്ചിരിച്ചു. മഷ്ക, ബേബി കേളാണ്. ദേ നോക്കി, ഒരു സുന്ദരി പെണ്ണല്ലേ? കുഞ്ഞിപ്പെണ്ണിനെ അവൻക്ക് കാണാൻ പാകത്തിന് വെച്ചിക്കൊണ്ട് അവൾ പറഞ്ഞു. അവന് കണ്ണിമ വെട്ടാതെ അവളുടെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി. മഷ്ക, ബാങ്ക് വിളിക്ക് പറയുന്നതിനോടൊപ്പം കുഞ്ഞിനെ പതിയെ അവൻ്റെ വശത്തേക്ക് ചെരിച്ചവൾ. ഒരു കൈക്കൊണ്ട് തലയും മറുകൈക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുറ്റും പതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് സുർമി. മഷൂദ് പതിയെ സുർമിയുടെ കൈക്ക് മുകളിൽ അവൻ്റെ കൈവച്ച് വലത് ചെവിക്കരികിൽ മുഖമടുപ്പിച്ച് ബാങ്ക് വിളിച്ചു. ശേഷം ഇടത് ചെവിയിലും.
ഉമ്മ എടുത്തു വെച്ച ബാഗിൽ നിന്നും കാരക്കയുടെ ഒരു ചീന്തെടുത്ത് അതിൻ്റെ മധുരം കുഞ്ഞു പെണ്ണിൻ്റെ വായിലായി തൊട്ടുകൊടുത്തു. നിനക്ക് കുഞ്ഞിനെ പിടിക്കാനൊക്കെ അറിയോ? എനിക്കൊട്ടും അറിയില്ല കേട്ടോ. കഴുത്ത് നല്ലതുപോലെ ഉറച്ചാലേ തന്നെ ഞാൻ എടുക്കാറുള്ളൂ. അവൻ്റെ വാക്കുകളിൽ അത്ഭുതം. ഫെറയെടുത്തുള്ള പരിചയം അത്രയേ ഉള്ളൂ. കുഞ്ഞു പെണ്ണിനെ പതിയെ തട്ടിക്കൊടുത്തുകൊണ്ടാണ് അവൾ മറുപടി പറഞ്ഞത്. ഉറക്കമാണെങ്കിലും മധുരം തൊട്ടെടുത്തതിൻ്റെ ആകാം കുഞ്ഞു പെണ്ണ് നാവ് നിണയുന്നുണ്ട്. ആണോ? പക്ഷെ നല്ല എക്സ്പേർട്ടുള്ള പോലെ. ഞാൻ ഉമ്മാനെ വിളിച്ചുണർത്തട്ടെ, നീ കുഞ്ഞിനെയും പിടിച്ചിവിടെ ഇരിക്കോ? അല്ല നേഴ്സിനെ വിളിക്കാം. സന്തോഷം കൊണ്ടുള്ള ഒരു തരം വെപ്രളത്തിലായിരുന്നു അവൻ. വേണ്ട മഷ്ക, പോയിട്ട് വാ, ഞാനിവിടെ ഉണ്ടല്ലോ. അവൾ പറഞ്ഞപ്പം അവളെയും അവളുടെ നെഞ്ചോട് ചേർത്തിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി അവൻ ധൃതിയിൽ ഉമ്മാൻ്റെ അടുത്തേക്ക് നടന്നു. ഉമ്മയുടെ സന്തോഷപ്രകടനത്തിന് പുറകെ നിയാസും വീട്ടുകാരും എത്തി. ആകെ വിളറി പിടിച്ചാണ് നിയാസ് എത്തിയതെങ്കിലും സുർമിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടതോടെ അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. ഹോസ്പിറ്റലിലാണ്, ഷെറിയുടെ ഡെലിവറി എടുത്തിട്ടുണ്ടെന്നാണ് മഷൂദ് ഉപ്പയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനായിട്ടാണ് വന്നതും. പക്ഷെ കൺമുമ്പിൽ കാണുന്ന കാഴ്ചയിൽ അവൻ്റെ മനസ്സ് നിറഞ്ഞു. അവൻ്റെ ഉമ്മ തന്നെ സുർമിയിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അവൻ കൈ നീട്ടി. പതിയെ ഉമ്മയുടെ കൈക്ക് മുകളിൽ കൈവച്ച് കുഞ്ഞിപ്പെണ്ണിൻ്റെ മൃദുവായി നെറ്റിയിലൊന്ന് മുത്തിയവൻ. ഒരച്ഛൻ്റെ ആദ്യത്തെ സ്നേഹചുംബനം. അതറിഞ്ഞ പോലെ കണ്ണുകളടച്ച് ഗാഢമായി ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. സുഖപ്രസവമായതുകൊണ്ട് 3 മണിക്കൂർ കൊണ്ട് ഷെറിയെ റൂമിലേക്ക് മാറ്റുമെന്ന് അറിയിച്ചു. അതനുസരിച്ച് അവർ റൂമിലേക്ക് പോയി. മാമാടെ മാമിയുടെ സ്വപ്നവരവ് കുളമാക്കി കയ്യെ കൊടുത്ത അബിയുടെ പൊന്നേ. കുഞ്ഞിനെ കാണുന്ന അവസരങ്ങളെല്ലാം നിയാസ് ഇടം കണ്ടിട്ട് സുർമിയെയും മഷൂദിനെ നോക്കി കളിയാക്കിക്കൊണ്ടിരുന്നു. പുറകെ തന്നെ സഫയും സൽമാനും നിയാസിൻ്റെ ഉമ്മുമ്മയും മൂത്തുമ്മയൊക്കെ കുറച്ചാളുകളുടെ കൂടെ വന്നതോടെ റൂം മൊത്തം വിശേഷങ്ങൾ പറയലും സംസാരവും ചിരിയും ഒക്കെ ആയി ആകെ ബഹളമായി. ഷെറിയെ റൂമിലേക്ക് മാറ്റിയതിന് പുറകെ സുർമിയും മഷൂദോട് വീട്ടിൽ പോയി നല്ലപോലെ ഉറങ്ങി എഴുന്നേറ്റ് വൈകിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരത് ശരിവെച്ചു. ഉറക്കം ശരിയാവാകത്തിൻ്റെയും ഇരുന്നുറങ്ങിയതിൻ്റെയും ഒക്കെ കണ്ണിന് വല്ലാത്ത ഭാരം പോലെയും കഴുത്തുപുറവുമൊക്കെ ഒരു വേദന പോലെയും തുടങ്ങിയിരുന്നു സുർമിക്ക്. അവളുടെ മുഖത്തെ ക്ഷീണം മനസ്സിലായ പോലെ മഷൂദ് ഇറങ്ങാൻ വേണ്ടി ധൃതി വെക്കുമ്പോൾ ഒന്നാക്കി ചുമച്ച് ചിരിച്ച് കളിയാക്കാൻ നിയാസും സൽമാനും മറന്നില്ല. യാത്ര പറഞ്ഞ് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് വലിയടുത്തുനിന്ന് വാപ്പച്ചി ഉമ്മയും സമീറയും ഒക്കെ വന്നത്. പുലർച്ചെ തന്നെ സഫിയ നിയാസും വന്നതുകൊണ്ട് വിവരങ്ങൾ അറിഞ്ഞ് പതിയെ പോയാൽ മതിയെന്നായിരുന്നു തീരുമാനത്തിലെത്തുകയായിരുന്നു അവർ. എല്ലാവർക്കും കഴിക്കാനുള്ള നാസ്തയുമായിട്ടാണ് അവർ വന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് വിശേഷങ്ങൾ പങ്കിട്ടും നാസ്തയും കഴിച്ചു. മഷൂദും സുർമിയും വെങ്ങാട്ടിലേക്ക് പോകാതിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം പകരമായി സഫിയുടെ അവിടെ നിൽക്കാനും വൈകിട്ട് കമ്പനിയിൽ നിന്ന് മടങ്ങുമ്പോൾ അവളെ കൂട്ടി വന്നാൽ മതിയെന്നും ബാപ്പച്ചി സൽമാനെ പറഞ്ഞേൽപ്പിച്ചു. കമ്പനിയിൽ പോകാനോ എന്തിനെന്ന് വർക്കിംഗ് ഡേ ആകാൻ പോലും സൽമാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. വാച്ചിപ്പച്ചി അന്തിമ തീരുമാനം പോലെ പറഞ്ഞതോടെ അവന് വേറെ നിവർത്തിയില്ലാതെയായി. വാപ്പച്ചിക്ക് പുറകെ തന്നെ അവനോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ മുഖം ചുളിച്ച് വിറുവിറുത്തുകൊണ്ട് വാപ്പച്ചിക്ക് പുറകെ യാത്ര പറഞ്ഞിറങ്ങി അവനെ കാണെ മറ്റുള്ളവർ ചിരിയെടുക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. വലിയടത്തു നിന്നുള്ളവർ ഇറങ്ങിയതിന് പുറകെ മഷൂദും സുർമിയും യാത്ര പറഞ്ഞിറങ്ങി. തിരികെ വെങ്ങാട്ടിലേക്ക് പോകുമ്പോൾ മഷൂദിൻ്റെ മുഖത്തെ പ്രത്യേക സന്തോഷം സുർമി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പം നിനക്ക് ചുമ്മാ തോന്നുന്നതാന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കിയെങ്കിലും കൈനീട്ടൊരു തുള്ളു കൊടുത്തപ്പം ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു നല്ല കാര്യത്തിന് പുറകെ വേറൊരു നല്ല കാര്യം സംഭവിക്കുക, അതും വീട്ടിലേക്ക് ഇന്നലെ വന്ന പെണ്ണിൻ്റെ കൈകൊണ്ട് തന്നെ ആ നല്ല കാര്യത്തെ സ്വീകരിക്കുക. ഒക്കെ വന്ന കയറിയ പെണ്ണിൻ്റെ ഐശ്വര്യമാണെന്നാണ് കുഞ്ഞിപ്പെണ്ണിനെ ആദ്യം കയ്യിലെടുത്തത് സുർമിയാണെന്ന് പറഞ്ഞപ്പം നിയാസിൻ്റെ ഉമ്മുമ്മയും മൂത്തമ്മയൊക്കെ പറഞ്ഞത്. നല്ലത് സംഭവിച്ചാലും ഇനിയൊരു ശകുനം സംഭവിച്ചാലും അടുത്തതായി കുടുംബത്തിലുണ്ടായ വിശേഷങ്ങളുടെ ഫലമാണെന്ന് പറയുക അത് പണ്ടുള്ളവരുടെ ഒരു പതിവാണല്ലോ. അത്തരം പല്ലവികളെല്ലാം സ്ഥിരം കേൾക്കുന്നതെങ്കിലും അത് ഓർത്ത് പറയുന്നത് തൻ്റെ പെണ്ണിനെ ചേർത്താണല്ലോ എന്ന് ഓർത്തപ്പം വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇതും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ അവൻ കൈകോർത്ത് ആ കൈകൾ ഉയർത്തി തൻ്റെ ചെണ്ടോട് ചേർത്ത് വെച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ സ്നേഹം തട്ടറിയെ അവളുടെ മനസ്സ് നിറഞ്ഞു. പുഞ്ചിരിയോടെ ഉള്ളിൽ അലയടിക്കുന്ന അവനോടുള്ള സ്നേഹത്തോടെ അവൾ അവൻ്റെ ചുമലിലേക്ക് ചാരിക്കിടന്നു. അവൻ്റെ പ്രണയം മാർത്തലച്ച് പെയ്യുന്ന മഴ പോലെ ഒരു പേമാരിയായി അവളിലേക്ക് പെയ്തിറങ്ങുമ്പോൾ പേരറിയാത്ത അനുഭൂതിയുടെ നോവിൽ അവൻ്റെ പ്രണയം ഏറ്റുവാങ്ങി. ഒടുവിൽ കടലിലേക്ക് ലയിച്ച് ഉറങ്ങുന്ന പുഴയെപ്പോലെ അവൾ തളർന്നു കിടന്നു. ലവ് യു മിഷ്ക, ലവ് യു മാറ്റ്ലി. അവൻ്റെ കാതോരം ചേർന്നവൾ മന്ത്രിക്കുമ്പോൾ ആവേശത്തോടെ തീരാത്ത പുൽകുന്ന തിരമാലകളെപ്പോലെ അവൻ അവളിലേക്ക് അമർന്നു. വീണ്ടും ഒരു സംയമനത്തിന് തുടക്കമെന്നോണം തൻ്റെ മാത്രമാണെന്ന പോലെ, തൻ്റെ ജീവനാണെന്ന പോലെ. കാത്തിരിക്കും, നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.